ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടും വിദ്വേഷ പ്രസംഗം നടത്തി ഓൾ ഇന്ത്യ മുസ്ലിം ജമായത്തിന്റെ ദേശീയ പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറൽവി രംഗത്ത്. ഹിമന്ത് വിശ്വ ശർമ്മയാകട്ടെ മുസ്ലിങ്ങളെ നുഴഞ്ഞു കയറ്റക്കാരെന്നും ബംഗ്ലാദേശികളെന്നും വിളിച്ചുകൊണ്ട് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ തന്നെ കൂടുതലായി മുസ്ലിങ്ങളെ അടിച്ചമർത്താൻ ശ്രമം നടത്തുന്നു. അവരെ കൂടുതലായി തന്നെ ആക്രമിക്കുന്നതിലൂടെയും അപമാനിക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് ഈ മൗലാന ഇവിടെ ഈ വിദ്വേഷ പ്രസംഗത്തിലൂടെ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ എന്തു വില കൊടുത്തും മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ആയതിനാലാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് ഇപ്പോൾ മൗലാന വിമർശനം ഉന്നയിച്ചിരിക്കുന്നതും. ഒപ്പം തന്നെ നിരന്തരമായി തന്നെ ഹിന്ദു വിരുദ്ധത വിളിച്ചു കൂവാൻ ഈ മൗലാന കൂടുതലായി തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ സമീപകാല പ്രസ്താവനകൾ തുറന്നു കാട്ടുന്നതും. അതേസമയം അവിടെ ഹിമന്ത വിശ്വ ശർമ്മയുടെ മനോഭാവം മുസ്ലിം വിരുദ്ധമാണ് എന്നതാണ് ഇവിടെ ഈ മൗലാന വിളിച്ചു പറയുന്നത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് തുറന്നടിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങളെ നുഴഞ്ഞു കയറ്റക്കാരെന്നും ബംഗ്ലാദേശികളെന്നും വിളിച്ചുകൊണ്ട് ഹിമന്ത വിശ്വ ശർമ്മ അടിച്ചമർത്താൻ ശ്രമം നടത്തുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടുതലായി തന്നെ നടത്തുന്നത്. മാത്രമല്ല എന്തു വില കൊടുത്തും ഇത് നടത്താനായി തന്നെ രണ്ടാമത് മുഖ്യമന്ത്രിയാകാനായി തന്നെ ഹിമന്ത വിശ്വ ശർമ്മ കൂടുതലായി ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങളെ അപമാനിക്കുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ മുസ്ലിങ്ങളെ അപമാനിക്കുന്നതിന്റെ റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുകയാണ് ഹിമന്ത വിശ്വ ശർമ്മ എന്നും ഈ മൗലാന ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അതേസമയം നേരത്തെ സംഭാലിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി MP ആയ സിയാവുർ റഹ്മാൻ ബാർക്കിന്റെ പിതാവായ മൗലാന മൽക്കൂർ ആകട്ടെ വലിയ രീതിയിലുള്ള രൂക്ഷമായ പ്രതികരണം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മയുടെ പ്രസ്താവന മുസ്ലിങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വെറുപ്പ് വ്യക്തമാക്കുന്നതാണ് എന്നതാണ് പറഞ്ഞത്. ഇന്ത്യൻ മുസ്ലിങ്ങളെ അവരുടെ രാജ്യം വിടുക എന്നതാണ് മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മയുടെ ഒരു അജണ്ടയായി പറയുന്നത്. ഈ അജണ്ട പ്രകാരം ആസാമിലെ ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും അവർ നീക്കം ചെയ്തിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രാജ്യം വിടുകയില്ല, ഇന്ത്യയിൽ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്നും അവർ ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ആസാമിലെ ബംഗാളി മുസ്ലിം സമൂഹമായ മിയാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ ചില പ്രസ്താവനകൾ നടത്തിയത്. മിയാസ് ഇന്ത്യക്കാരല്ല എന്നും അവർക്ക് ഇന്ത്യയിൽ വോട്ടില്ല എന്നും ഇക്കൂട്ടർ ബംഗ്ലാദേശിൽ പോയി തന്നെ വോട്ട് ചെയ്യണമെന്നും ഹിമന്ത വിശ്വ ശർമ്മ എടുത്തു പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹിമന്ത വിശ്വ ശർമ്മയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഈ മൗലാന രംഗത്ത് വരുന്നത്. നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ മിയാസ് ഇവിടെ വോട്ട് ചെയ്യാൻ പാടില്ല എന്നും ഇവർ അസം മുഖ്യമന്ത്രി വ്യക്തമാക്കി. അസാമിലെ ബംഗാളി സംസാരിക്കുന്ന 5 ലക്ഷത്തോളം മിയ വോട്ടുകൾ അവിടെ വെട്ടുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മിയകളെ ബുദ്ധിമുട്ടിക്കുക എന്നതാണ് തന്റെ കർത്തവ്യമെന്നും മിയാകൾ ഇന്ത്യയിൽ വോട്ട് ചെയ്യരുത്, അവരുടെ പേരുകൾ വെട്ടിമാറ്റാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നും ഇവർ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ മിയാസ് ഇവിടെ നിന്ന് വോട്ട് ചെയ്യാൻ പാടില്ല, അവർ അവിടെ ബംഗ്ലാദേശിൽ പോയി തന്നെ വോട്ട് ചെയ്യണമെന്നും ഇവിടെ നിന്നും ഇവർ പോകണമെന്നതായിരുന്നു ഹിമന്ത വിശ്വ ശർമ്മ അന്ത്യശാസനം നൽകിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.